ഹേ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇപ്പോൾ നിങ്ങൾ എവിടെയാണെങ്കിലും ഏതൊരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നുണ്ടെങ്കിലും ആ ഒരു കാര്യത്തിൽ നിന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടി ഈ ഒരു ടോക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഞങ്ങളുടെ ലൈഫ് അല്ലാഹു ഒരു ബ്യൂട്ടിഫുൾ പ്ലാനോടെയാണ് കൊണ്ടുപോകുന്നത്. നമ്മുടെ ലൈഫ് എന്ന ക്യാൻവാസിലെ ഒരു ചെറിയൊരു ഭാഗം മാത്രമായിരിക്കും നമ്മൾ കാണുന്നത്. പക്ഷേ അല്ലാഹു ആ ഒരു ക്യാൻവാസ് മൊത്തത്തിൽ കാണുന്നു. ആ ഒരു സത്യമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. നമ്മൾക്ക് കാണാൻ പറ്റാത്ത പല കാര്യങ്ങളും അല്ലാഹു കാണുന്നുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുക. ചിലപ്പോൾ നിങ്ങളിന്ന് ഒരുപാട് സ്ട്രെസ്സിലായിരിക്കാം. ബ്രേക്കപ്പ്, ഫാമിലി ഇഷ്യൂ, സ്റ്റഡീസിലുള്ള പ്രോബ്ലം, ജോബ്, മെൻ്റൽ പ്രഷർ, അങ്ങനെ ഒരുപാട് സിറ്റുവേഷനിലൂടെ ആയിരിക്കാം നിങ്ങൾ മേ ബി കടന്നു പോകുന്നത്. പക്ഷേ അല്ലാഹുവിന് ഓൾറെഡി അറിയാം നിനക്ക് എന്താണ് ബെസ്റ്റ്, എന്താണ് നിൻ്റെ ഫ്യൂച്ചർ, ആരായിരിക്കും നിനക്ക് സ്യൂറ്റബിൾ, എവിടെയായിരിക്കും നിനക്ക് സമാധാനം ലഭിക്കുന്നത്, അല്ലെങ്കിൽ ഏത് വഴിയായിരിക്കും നിനക്ക് നാശനഷ്ടങ്ങൾ സംഭവിക്കുക എന്നൊക്കെ. സംടൈംസ് അല്ലാഹ് ബ്ലോക്സ് എ ഡോർ. കാരണം ആ ഒരു വാതിലിന് പിറകിൽ അപകടമുണ്ടെന്ന് അല്ലാഹുവിനാണ് അറിയുന്നത്. മേ ബി അല്ലാഹ് ഡിലേസ് ബിക്കോസ് ഹീ ലവ്സ് യു. നിങ്ങൾ ഒരുപാട് ദുആ ചെയ്തു, പക്ഷേ കിട്ടുന്നില്ല എന്ന് നമുക്ക് തോന്നും. അപ്പോൾ നമ്മൾ ചിന്തിക്കും അല്ലാഹുവിന് എന്നെ ഇഷ്ടമില്ല എന്ന്. എന്നാൽ അങ്ങനെയല്ല. അല്ലാഹു നിങ്ങളുടെ കാര്യങ്ങൾ ഡിലേ ചെയ്യുന്നത് ഒന്നുകിൽ ശരിയായ സമയത്ത് കിട്ടാൻ, പ്രോപ്പറായി ആളുകളെ സെലക്ട് ചെയ്യാൻ, നിന്റെ ഹൃദയം തയ്യാറാക്കാൻ, നിന്റെ പേഷ്യൻസ് വളർത്താൻ, അതുപോലെ നിനക്ക് ലഭിക്കാനുള്ള പ്രതിഫലം അത് വർദ്ധിപ്പിക്കാൻ. ഡിലേ എന്നത് ഒരിക്കലും ഒഴിവാക്കലല്ല, അതൊരു തയ്യാറാക്കലാണ്. നീ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ഒരു വേദന അത് നിന്നെ അല്ലാഹു തയ്യാറാക്കുന്നതിൻ്റെ ലക്ഷണമാണ്. നിന്റെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണീര് അതൊന്നും വെറുതെയല്ല. അല്ലാഹു ഖുർആനിലൂടെ പറയുന്നുണ്ട്, തീർച്ചയായും കഷ്ടതയ്ക്ക് ശേഷം ഒരു സുഖമുണ്ട് എന്ന്. പ്രയാസങ്ങൾ അതൊരിക്കലും നിങ്ങൾക്ക് ശിക്ഷകളല്ല, അതൊരു ട്രെയിനിങ് ആണ്. നിങ്ങളെ കൂടുതൽ സ്ട്രോങ് ആക്കാൻ, നിങ്ങളെ കൂടുതൽ ഉയർത്താൻ, നിങ്ങളെ കൂടുതൽ അല്ലാഹുവോട് അടുപ്പിക്കാൻ. ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ നിന്ന് പലരും നമ്മളെ വിട്ടുപോകുന്നത് നമുക്ക് അറിയാനാകും. എന്നാൽ അല്ലാഹു നിന്റെ ലൈഫിൽ നിന്ന് പലരെയും റിമൂവ് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു പർപ്പസ് കൊണ്ടായിരിക്കും. കാരണം ഒരുപാട് ആളുകൾ നമ്മളെ വിട്ടു പോകും, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, അങ്ങനെയൊക്കെ. ആ ഒരു ടൈമിൽ നമ്മളെ ഒരുപാട് വേദനിക്കും. പക്ഷേ നിങ്ങൾ ചിന്തിക്കുക, എന്തുകൊണ്ടായിരിക്കും അല്ലാഹു അവരെയൊക്കെ ഒഴിവാക്കുന്നത് എന്ന്. ഒന്നുകിൽ അവർ നീ അറിയാതെ നിന്നെ സ്ലോ ഡൗൺ ചെയ്യുന്നുണ്ടായിരിക്കാം. അവ നിന്നെ ഹേർട്ട് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. മേ ബി നിന്റെ ഫ്യൂച്ചറിൽ അവരിൽ നിന്ന് ഒരുപാട് പ്രോബ്ലംസ് നിനക്ക് നേരെ വരുന്നത് കൊണ്ടായിരിക്കാം. അല്ലാഹുവിനാണ് നിനക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അറിയുന്നത്. നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല, അല്ലാഹു എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. നിശബ്ദമായ രാത്രികൾ, ഒറ്റയ്ക്കിരിക്കുന്ന നിമിഷങ്ങൾ, ആരും സംസാരിക്കാനില്ലാത്തൊരവസ്ഥ, ഈ ഒരു സമയങ്ങളിലാണ് അല്ലാഹുവിനോട് നിനക്ക് ഏറ്റവും കൂടുതൽ അടുക്കാനുള്ള സമയം. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, രാത്രിയുടെ അവസാന നിമിഷങ്ങളിൽ അല്ലാഹു അവൻ്റെ അടിമയോട് ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുമെന്ന്. അതുകൊണ്ട് ആരുമില്ലെന്ന് നീ ഒരിക്കലും കരുതേണ്ട. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള അല്ലാഹുവാണ് നിന്റെ കൂടെ ഉള്ളത്. വെൻ അല്ലാഹ് ക്ലോസസ് എ ഡോർ, ഹി ഓപ്പൺ സംതിങ് ബിഗ്ഗർ. നിനക്ക് ലഭിക്കാത്തത്, അല്ലെങ്കിൽ നീ തോറ്റുപോയത്, നിനക്ക് നഷ്ടപ്പെട്ടത്, ഇതൊന്നും നിനക്കൊരു ഫെയിലർ അല്ല. ഇത് അല്ലാഹു നിന്നെ മറ്റൊരു കാര്യത്തിലേക്ക് പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മേ ബി ഒരു ബെറ്റർ ജോബിലേക്ക്, അല്ലെങ്കിൽ ഒരു ബെറ്റർ പേഴ്സണിലേക്ക്, ബെറ്റർ ഫ്യൂച്ചറിലേക്ക്, ബെറ്റർ പീസിലേക്ക്. ചിലപ്പോൾ ചില സമയങ്ങളിൽ റിജക്ഷൻ എന്നുള്ളത് നിങ്ങൾക്കുള്ള ഒരു പ്രൊട്ടക്ഷൻ ആയിരിക്കാം. അതുപോലെ ഹാർട്ട് ബ്രേക്ക് എന്നുള്ളത് നിങ്ങൾക്കുള്ള ന്യൂ ബിഗിനിങ്ങുമായിരിക്കാം. അല്ലാഹ്സ് പ്ലാൻ ഈസ് ഓൾവേസ് പെർഫെക്റ്റ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാറുണ്ട്, എന്നാൽ യഥാർത്ഥത്തിൽ അല്ലാഹുവിൻ്റെ പ്ലാനിംഗ് ആണ് ഏറ്റവും പെർഫെക്റ്റ്. ഖുർആനിലൂടെ പറയുന്നുണ്ട്, അല്ലാഹ് ഈസ് ദ ബെസ്റ്റ് ഓഫ് പ്ലാനേഴ്സ്. നീ ക്ഷമിച്ചാൽ, നീ നിർത്താതെ ദുആ ചെയ്താൽ, നല്ല വഴിയിൽ നിൽക്കാൻ ശ്രമിച്ചാൽ, അല്ലാഹു നിൻ്റെ ലൈഫിനെ ഒരു ബ്യൂട്ടിഫുൾ ജേണിയാക്കി മാറ്റും. മേ ബി അത് നീ സ്വപ്നം കണ്ടതിലും കൂടുതൽ ബെറ്റർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നീ നിൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ പരാതികൾ കുറയ്ക്കുക, പ്രശ്നങ്ങളിൽ പോസിറ്റിവിറ്റി കാണുക,
എന്നെങ്കിലും ഒരിക്കൽ എനിക്കത് കിട്ടുമെന്ന് അടിയുറച്ച് വിശ്വസിക്കുക. രാത്രി നമസ്കാരം പതിവാക്കുക. ദിക്ർ നിലനിർത്തുക. എല്ലാ ദിവസവും ഖുർആൻ പാരായണം നടത്തുക. ദുആ ഒരിക്കലും നിർത്തരുത്. നിങ്ങളുടെ ഓരോ ദുആകൾക്കും 3 തരത്തിലാണ് ഉത്തരം ലഭിക്കുക. 1, നിങ്ങൾക്ക് അത് അപ്പോൾ തന്നെ ലഭിക്കും. 2, നിങ്ങളുടെ നല്ലതിനു വേണ്ടി അത് ചിലപ്പോൾ മാറ്റും. 3, നിങ്ങൾക്ക് ആഖിറത്തിലേക്ക് അത് ഒരുക്കി വെക്കും. സോ ഫ്രണ്ട്സ്, യു ആർ നോട്ട് സ്റ്റക്ക്, യു ആർ ബീയിങ് പ്രിപ്പയർഡ്. Allah is planning something beautiful for you. നിന്റെ സ്റ്റോറി അതിനിയും തീർന്നിട്ടില്ല. ഇറ്റ്സ് ജസ്റ്റ് സ്റ്റാർട്ടിങ്. Allah already wrote a beautiful ending for you. സോ നിങ്ങൾ അല്ലാഹുവിനെ ട്രസ്റ്റ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.